ജോയ് എയും ചെറായി ബീച്ചിൽ ജലശയന യോഗ നടത്തി. ചെറായി ബീച്ചിൽ അരമണിക്കൂറോളം യോഗയും ജലശയനവും കടലിൽ നടത്തി. കൂടെ 2 സഹായികളും ഉണ്ടായിരുന്നു. ചെറായി ബീച്ചിൽ കച്ചവടം നടത്തിയിരുന്ന ജോയിയുടെ കട പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചുപോയിട്ടുള്ളതാണ്. പിന്നീട് യോഗയിലേക്ക് തിരിഞ്ഞ ജോയ് പൂർവാധികം ഊർജ്ജസ്വലനായി യോഗ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്, എൻ്റെ പേര് ബിജുദാസ്. ജോയ് ചേട്ടൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു കടലിൽ ഒരു യോഗ ചെയ്യണം. കാരണം ഈ യോഗയിലൂടെ എനിക്ക് മാനസികമായിട്ട് ഒത്തിരി സ്ട്രെങ്ത് കിട്ടി. കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ പുള്ളിയുടെ കട ഇവിടെ ഉണ്ടായിരുന്നു, കടയെല്ലാം പോയി. അങ്ങനെ മാനസികമായിട്ട് പുള്ളി ആകെ ഡൗൺ ആയി. അങ്ങനെ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് പുള്ളി യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ യോഗയിലൂടെ പുള്ളിക്ക് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിച്ചു. അങ്ങനെ യോഗയിലൂടെ പുള്ളി ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ കടലിലാണ് ഇപ്പോൾ ജോയ് ചേട്ടൻ ചെയ്യുന്നത്. 2 പ്രതിസന്ധിയാണ്. ഒന്ന്, പ്ലാറ്റ്ഫോം അവിടെ ബേസ് സ്ട്രോങ് അല്ല, അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ സമയത്ത് തന്നെ യോഗ ചെയ്യാൻ വേണം. അപ്പോൾ 2 പ്രതിസന്ധിയാണ്. ആ 2 പ്രതിസന്ധിയിലിടയിൽ നിന്നാണ് അദ്ദേഹം യോഗ ചെയ്യുന്നത്. അതുപോലെ ജീവിതത്തിലും പുള്ളി അതുപോലെ തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഈ യോഗയിലൂടെ. അങ്ങനെയാണ് പുള്ളി അവകാശപ്പെടുന്നത്. അത് ഏറെക്കുറെ സത്യവുമാണ്. This is a new product. Put it in the beach. Try to come and let's see. आगे देखिए, आप लोग एंजॉय करिए. प्रोडक्ट बनाया है और भरोसा है कि आप लोग एंजॉय करेंगे. ഞാൻ ഇവിടെ ഈ ബീച്ചിൽ വർഷങ്ങളായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അത് ഈ കഴിഞ്ഞ 2018 എൻ്റെ സുനാമിയിൽ പ്രളയത്തിൽ കുറേ സാധനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു വല്ലാത്ത വൈഷമ്യം കൊണ്ടിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയപ്പോഴാണ് ഈ യോഗനെ പറ്റി അവിടെ വെച്ചറിഞ്ഞത്. അപ്പോൾ യോഗ അവിടെ ചെയ്യാനായിട്ട് അവിടെയുള്ള ആൾക്കാർ ചപ്പലും പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് പങ്കെടുക്കുകയും ചെയ്തു. അതിൽ നിന്നും പഠിച്ചെടുത്ത് കുറേയൊക്കെ അങ്ങനെ പഠിച്ചെടുത്ത് എൻ്റെ കുറച്ച് വൈബ്രേഷൻ ഉണ്ടായിരുന്നു, കൈക്കൊക്കെ മരവിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിന്നൊക്കെ ഈ യോഗയിൽ നിന്ന് മാറി. തകർന്നു പോയ മനസ്സിനെയും അതുകൂടാതെ എൻ്റെ മനസ്സിനെ ഉത്തേജിപ്പിച്ചത് ദൈവവും യോഗയും ആണ്. അത് എൻ്റെ ഈ സമയത്ത് ഞാൻ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ പറയുന്നു. How is climate?